മമ്മയും മോനോട് ബർത്ത്ഡേ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാ. കുഞ്ഞു വെച്ചു കൊടുത്തേ. അങ്ങനെ നമസ്കാരം ചങ്കി ചങ്ങായിമാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ശോഭൻ സ്റ്റാറുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നേക്കുന്നത് ഒരു സർപ്രൈസ് കൊടുക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ, അല്ലാതെ യാത്രാ വീഡിയോ ഒന്നുമല്ല. നമ്മളിന്ന് സർപ്രൈസ് കൊടുക്കാൻ പോവാണ് ഞങ്ങളുടെ മമ്മയ്ക്ക്. മമ്മയുടെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരൂടെ മമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. എന്താണെന്ന് വെച്ചാൽ മമ്മയുടെ ഫോൺ കംപ്ലൈൻ്റ് ആയെന്ന് പറഞ്ഞ് കുറച്ച് ദിവസം കൊണ്ട് ഡിസ്പ്ലേ ഒക്കെ മാറി. പിന്നെയും അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കോള് പോവുക, മെസ്സേജ് പോവുക, അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രോബ്ലംസിലായിരുന്നു. അപ്പോൾ ഫോൺ മേടിക്കാനുള്ള ബഡ്ജറ്റ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത്യാവശ്യമായിട്ട് ഫോൺ വേണം. അത് നമ്മൾ ഫോൺ ഓൾറെഡി മേടിച്ചിട്ടുണ്ട്, പക്ഷേ ആ കാര്യം മമ്മിയോട് പറയുന്നില്ല. അതിന് പകരമായിട്ട് നമ്മൾ ഒരു ഹെഡ്ഫോൺ കൂടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്ലൂടൂത്തിൻ്റെ ഒരു ഇയർബഡ് കൂടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വരും. ഫോൺ കഴിഞ്ഞ ദിവസം നമുക്ക് വന്നിട്ടുണ്ട്. അത് നമ്മൾ സർപ്രൈസായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരു 3-4 ദിവസം കൂടെ ഉണ്ട് ബർത്ത്ഡേക്ക് സർപ്രൈസായിട്ട് റിവീൽ ചെയ്യാനായിട്ട് ഇരിക്കുകയാണ് ഞങ്ങൾ. അപ്പം ഏതായാലും ഞങ്ങളുടെ സർപ്രൈസ് വീഡിയോയിലേക്ക് പോകാം. ഫോൺ ഏതാണെന്നും ഫോണിൻ്റെ ഒരു അൺബോക്സിംഗ് ഒക്കെ ഞാൻ പിന്നീട് കാണിക്കാം. ഫ്ലിപ്കാർട്ടിൽ നിന്നായതുകൊണ്ട് തന്നെ അവർ ഓപ്പൺ ചെയ്താണ് ബോക്സ് തന്നത്. അച്ഛന്മാരെ ബർത്ത്ഡേയുടെ ഒന്ന് സർപ്രൈസായിട്ട് കൊടുക്കണമെന്നായിരുന്നു, പക്ഷെ അത്യാവശ്യം ആയതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ സർപ്രൈസ് അങ്ങ് റിവീൽ ചെയ്യുക. ആവശ്യങ്ങൾക്ക് ഉപകരിക്കാനാണ് നമ്മളിതൊക്കെ മേടിക്കുന്നത്. രണ്ടുപേരും താഴെ ഉണ്ട്. എക്സ്പ്രഷൻ നമുക്ക് നോക്കാവേ. മമ്മ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് തരാൻ വെച്ചിരുന്നതാ. ഒന്ന് തുറന്നു നോക്കിയാൽ എന്തോന്ന്. സോണോട്ടാ, ഹാപ്പി ബർത്ത്ഡേ മമ്മയുടെ. തുറന്നേ. മമ്മയും മോനോട് ബർത്ത്ഡേ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാ. എന്തിനാ ഷോണെ ആ ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തേ? എന്തിനാ മേടിച്ചേ? ഗിഫ്റ്റ് മേടിക്കാൻ ഷോണനെ അറിയത്തുള്ളോ? ഷോൺ വലുതായി. അതെന്തുവാ കാണിച്ചേ? ക്യാമറ കാണിച്ചേ. കണ്ട? ആഹാ, ബോട്ടിന്റെ ഒരു ഇയർബഡ് ആണ് നമ്മൾ മേടിച്ചേക്കുന്നത്. വെച്ച് തരാൻ ഒക്കത്തില്ല, അത് മമ്മയുടെ ചെവിയിലേ വെക്കാൻ ഒക്കൂ. കുഞ്ഞു വെച്ചു കൊടുത്തേ. അങ്ങനെ ഗുഡ് ബോയ്. ഹാപ്പി ബർത്ത്ഡേ മമ്മാന്ന് കുഞ്ഞി പറയുന്ന കേൾക്കാൻ പറ. കുഞ്ഞ് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ മമ്മാന്ന് പറഞ്ഞു. മമ്മയുടെ എന്തോ മോനെ? എന്തി മമ്മ എന്തി? ഒരു ഉമ്മ കൊടുത്തേ. ഇന്നലെ നമ്മൾ ആ ഇയർബഡ് കൊടുത്തിട്ടുണ്ട് ഗിഫ്റ്റായിട്ട്. പുള്ളിക്കാരി ഒത്തിരി ആഗ്രഹിച്ചിരുന്നതാണ്. അതിലും അത്യാവശ്യമായിട്ട് പറഞ്ഞത് ഫോണാണ്. സാധാരണ ഞാൻ ഈ സർപ്രൈസ് കൊടുക്കുമ്പോഴെല്ലാം പുള്ളിക്കാരി പെട്ടെന്ന് കണ്ടുപിടിക്കാറുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം ആ സർപ്രൈസ് എന്നുള്ള രീതി മാറ്റിയിട്ട് ഏതായാലും ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല. ഏതായാലും ഫോണിൻ്റെ ആ ഒരു സർപ്രൈസ് നമ്മൾ റിവീൽ ചെയ്യാൻ പോകുന്നത് പുള്ളിക്കാരിയുടെ ബർത്ത്ഡേയുടെ അന്ന് മാത്രമായിരിക്കും. അപ്പോൾ ഏതായാലും അന്നത്തെ കാഴ്ചയിലേക്ക് ഇനിയും പോവാം. നമ്മൾ പുള്ളിക്കാരിക്ക് വേണ്ടി മേടിച്ച ഫോൺ ഇതാണ്. പോക്കോയുടെ X5 Pro എന്ന് പറഞ്ഞ ഫോണാണ്. ഇത് ഓൾറെഡി അവർ അൺബോക്സ് ചെയ്താണ് തന്നത്. കാരണം ഇപ്പം അവരുടെ എന്തോ ഒരു പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ട് ഫ്ലിപ്കാർട്ടുകാർ അൺബോക്സ് ചെയ്താണ് തന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരോട് ചേർന്ന് ഞങ്ങളുടെ മമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ പോയില്ലയോ? എന്തുകൊണ്ടാണ്? മമ്മയുടെ ഹാപ്പി ബർത്ത്ഡേ ആണോ? ആണ്. മമ്മയുടെ ഫോണെല്ലാം കംപ്ലൈൻ്റ് ആയി. ഒരു ഒപ്പോയുടെ A5 ഒരു 3-4 കൊല്ലം പഴക്കമുള്ള ഫോണാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ പോയിട്ട് നമ്മൾ വീണ്ടും ഡിസ്പ്ലേ മാറി വീണ്ടും കംപ്ലൈൻറ്റ് എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് കിട്ടുമ്പോഴത്തെ പുള്ളിക്കാരുടെ എക്സ്പ്രഷൻ എന്താണെന്ന് നമുക്ക് കാണാം. മമ്മയുടെ ഹാപ്പി ബർത്ത്ഡേയാ. ആ മമ്മയുടെ ഹാപ്പി ബർത്ത്ഡേയാ. നമുക്ക് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാം. സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാം മമ്മയ്ക്ക്. കൊടുക്കണം. സർപ്രൈസ് പറയണേ കുഞ്ഞ്. ബർത്ത്ഡേ ഇടാന്ന് അപ്പം വിളിക്കാമേ. മമ്മയുടെ എന്തുവാ? ആ അപ്പം നമുക്ക് ഗിഫ്റ്റ് കൊടുക്കണേ, സർപ്രൈസ് ഗിഫ്റ്റ്. ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഒന്നും തന്നില്ല. അങ്ങനെ ഇഷ്ടപ്പെട്ടു.